ഹായ് ഹലോ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വയനാട്ടിലേക്കുള്ള ഒരു ട്രിപ്പിൻ്റെ വീഡിയോ ആയിട്ടാട്ടോ. ഞാനും ഏട്ടനും മക്കളും കൂടി പ്രതീക്ഷിക്കാതെയുള്ളൊരു ട്രിപ്പായിരുന്നു കേട്ടോ. പെട്ടെന്ന് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് വയനാട് പോകുന്ന ഏട്ടൻ പറഞ്ഞപ്പോൾ സർപ്രൈസ് ആയിട്ട് അങ്ങ് പോയതാണ് കേട്ടോ. അങ്ങനെ നേരെ ഞങ്ങൾ വൈത്തിരിയിലാണ് എത്തിയിട്ടുള്ളത്. വൈത്തിരിയിൽ ഞങ്ങൾ ഈ ഒരു പള്ളിയുടെ മുന്നിലാണ് വണ്ടി നിർത്തിയിട്ടുള്ളത് കേട്ടോ. റോഡ് പണി നടക്കുന്നത് കാരണം ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുള്ള റിസോർട്ടിലേക്ക് വണ്ടി പോകില്ലായിരുന്നു കേട്ടോ. അങ്ങനെ അവിടെയുള്ള ആളുകൾ ഞങ്ങൾ ഇവിടെ വന്നിട്ട് പിക്ക് ചെയ്യാട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. റിസോർട്ടിലെ നൈറ്റ് വ്യൂ ഒന്നും നമുക്ക് എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഇതാണ് നമ്മൾ എടുത്തിട്ടുള്ള റൂം കേട്ടോ. നല്ല അടിപൊളി റൂമായിരുന്നു കേട്ടോ. നമുക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോപ്പ്, അതുപോലെ തന്നെ ഷവർ ക്യാപ്പ്, ചീർപ്പ്, ഷേവിങ് സെറ്റ്, മോയ്സ്ചറൈസർ, ഷാമ്പൂ, ഷവർ ജെല്ല്, ബ്രഷ്, പേസ്റ്റ്, അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ. രാവിലെ തന്നെ കോടമഞ്ഞൊക്കെ കാണണമെന്ന് വിചാരിച്ചിട്ടോ ഞാൻ എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഞാൻ ഒരല്പം ലേറ്റ് ആയിപ്പോയി. കോടയെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു ഗ്ലാസ് ചായ ഒക്കെ ഉണ്ടാക്കി കുടിച്ചിട്ടൊക്കെ തുടങ്ങാമെന്ന് വിചാരിച്ചു. ഇവിടെ കോഫി പൗഡറും അതുപോലെ തന്നെ ചായപ്പൊടി, പഞ്ചസാര എല്ലാം തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു ചായയൊക്കെ കുടിച്ച് ഞാൻ നേരെ എൻ്റെ വീഡിയോ എടുക്കൽ അങ്ങനെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ചുറ്റും നല്ല കൊടും കാടായിരുന്നു കേട്ടോ. അപ്പം അവിടെ നിന്നൊക്കെ ഇങ്ങനെ കിളികളുടെ സൗണ്ട് കേൾക്കുന്നുണ്ട്. പിന്നെ കുട്ടിത്തേവാങ്കൊക്കെ പോകുന്നത് കണ്ടു കേട്ടോ. വീഡിയോയിലൊന്നും ആളെ കിട്ടിയില്ല കേട്ടോ. ഒരു പക്ഷിയുടെ സൗണ്ട് ഇങ്ങനെ കേട്ടപ്പോൾ ഞാനിങ്ങനെ ക്യാമറ സൂം ചെയ്ത് നോക്കിയപ്പോൾ ഇയാളാണ് കേട്ടോ അതിൻ്റെ ഉടമ. അപ്പോൾ വേഗം തന്നെ സൂം ചെയ്ത് കുറച്ച് നേരം കാളെ ഞാനിങ്ങനെ നോക്കി നിന്നു. ഏതാ പക്ഷിയെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല. വേഴാമ്പലാണോ എന്നൊക്കെ തോന്നി, പക്ഷേ കറക്റ്റ് എനിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. അപ്പം നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. അപ്പം ഇയാൾ വേഗം തന്നെ ഇവിടുന്ന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇയാളെ പോലെ വേറെ ആളുകളെ അപ്പുറത്തൊക്കെ നിൽക്കുന്നത് കണ്ടു കേട്ടോ. പക്ഷേ എനിക്ക് ഇത്രയും വിളകളുടെ ഇടയിൽ കൂടെ ഫോട്ടോ എടുക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ഏട്ടൻ്റെ മക്കളും ഇപ്പോഴൊന്നും എണീറ്റ് വരുന്ന മട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ഇവിടേക്ക് ഒന്ന് ചുറ്റി കറങ്ങി കാണാമെന്ന് വിചാരിച്ചിട്ട് ഒരുപാട് ഏരിയ ഉണ്ട് കേട്ടോ ഇവിടെ കാണാൻ. അതുകൊണ്ട് ഏതായാലും വേണ്ടിയിട്ട് സ്ഥിതിക്കെല്ലാം ഒന്ന് കണ്ടു കളയാമെന്ന് വിചാരിച്ചു. 11 മണിക്കാകുമ്പോഴേക്കും നമ്മുടെ ചെക്കൗട്ടാണ് കേട്ടോ. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് എല്ലായിടത്തും കറങ്ങി കാണാമെന്ന് വിചാരിച്ച് ഞാനിങ്ങനെ ഇറങ്ങിയതാട്ടോ. ഈയിടെയായിട്ട് ഭയങ്കര സ്ട്രെസ്സാട്ടോ. മക്കളെ നോക്കാൻ വീട്ടിലെ പണിയെല്ലാം കൂടെ ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളായിട്ടാണ് നിൽക്കുക. വീഡിയോസ് പോലും ഞാൻ കറക്റ്റ് ഇടാറില്ല കേട്ടോ. ഇപ്പോൾ ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഒരുപാട് നാളായി. വല്ലപ്പോഴും ഒന്ന് ഇട്ടാലിട്ട് അത്രയേ ഉള്ളൂ കേട്ടോ. അത്രയ്ക്കും എനിക്ക് ഒന്നിനും ടൈം കിട്ടാത്ത പോലെയാണ്. അപ്പോൾ ഇതുപോലെ വരുമ്പോൾ ഞാൻ വീഡിയോസ് എടുത്ത് വെക്കും. പക്ഷേ അതെനിക്ക് എഡിറ്റ് ചെയ്ത് ഇടാൻ പോലും പറ്റാതെ അതിങ്ങനെ പെൻഡിങ് ആയിട്ട് കിടക്കാം കേട്ടോ. അങ്ങനെ എൻ്റെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പെൻഡിങ് ആയിട്ട് കിടക്കണം. ഇതുപോലെ ഇങ്ങനെ പുറത്തൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ഒരു സന്തോഷമായിട്ടുണ്ട്. ഞാൻ നേരെ പോയത് ഒരു പ്ലേ ഏരിയയിലേക്ക് കണ്ടു. ഇവിടെ നമുക്ക് ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ടേബിൾ ടെന്നീസ്, അതുപോലെ ചെസ്സ്, ക്യാരം ബോർഡ്, അങ്ങനെയൊക്കെ കളിക്കാനൊക്കെ സൗകര്യങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഓരോ സ്ഥലങ്ങളിലായിട്ട് ഇങ്ങനെ മുളങ്കൂട്ടങ്ങൾ ഇങ്ങനെ കൂടി നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതിൻ്റെ ഇടയിലായിട്ടൊരു ചെറിയൊരു തോട് ഇങ്ങനെ ഒഴുകുന്നുണ്ടായിരുന്നു. ചെറിയ രീതിയിലുള്ളൊരു വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ട് ഇങ്ങനെ നമുക്ക് കേൾക്കാവുന്നതാണ് കേട്ടോ. അത് സൗണ്ട് കേട്ടിട്ടാണ് ഞാൻ മെയിനായിട്ട് ഈ ഒരു ഭാഗത്തേക്ക് വന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ അടുത്തായിട്ട് തന്നെ നമ്മുടെ കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു പ്ലേ ഗ്രൗണ്ട് ഉണ്ടായിരുന്നു. ഇതൊരു ആമ്പൽക്കുളമാണ് കേട്ടോ. ഇതിന് നീല കളർ ആമ്പലാണ് ഉണ്ടായിരുന്നത് കേട്ടോ. കുറേ ദൂരം നടന്ന് ഞാനിത് അവിടെ സ്വിമ്മിംഗ് പൂളിലാണ് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വന്ന വഴി ഞാൻ സത്യത്തിൽ മറന്നു പോയിട്ടുണ്ടായിരുന്നു. ആ സമയത്താണ് ഏട്ടൻ്റെ കോള് വരുന്നത്, മക്കൾ എണീറ്റു എന്ന് പറഞ്ഞിട്ട്. പിന്നെ തിരിച്ചു പോകുമ്പോഴേക്കും ഞാൻ എവിടെ നിന്നാണ് വന്നതെന്ന് എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നില്ല കേട്ടോ. എന്നാലും ഒരുവിധം ഞാൻ തപ്പി റൂമിലെത്തിയിട്ടോ. അപ്പം എന്താ സച്ചോട്ട് ഇവിടെ എണീറ്റ് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരെ മാനേജ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്നുള്ളത് കൊണ്ട് ഏട്ടൻ വേഗം തന്നെ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. 8 മണിക്കായിരുന്നു നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ.
ഞാനും പാറൂസും അന്തം വിട്ട് കുന്തം പോലെ നോക്കി നിൽക്കുന്നത് എന്താണെന്നല്ലേ, ഒരു കുരങ്ങൻകുട്ടി ചാടി പോകുന്നത് കണ്ടപ്പോൾ നോക്കി നിന്നതാണ് കേട്ടോ. നമ്മളെത്തിയപ്പോഴേക്കും അത്യാവശ്യം ആളുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറെ ഫുഡ് കാണുമ്പോൾ എന്താണെന്ന് അറിയില്ല, മൊത്തത്തിൽ കൺഫ്യൂഷൻ ആട്ടോ. അപ്പൊ ഞാൻ വാങ്ങിയത് പുട്ടും കടലയായിരുന്നു കേട്ടോ. ഇത്രയൊക്കെ കാണിച്ചിട്ട് ഞാൻ എവിടെയാ എത്തിയിട്ടുള്ളതെന്ന് പറയാൻ വേണ്ടി മറന്നു കേട്ടോ. നമ്മൾ എത്തിയിട്ടുള്ളത് വൈത്തിരിയിലെ ഹോളിഡേ റിസോർട്ടിലാട്ടോ. നമുക്ക് ഒരുപാട് വീഡിയോസ് ഒക്കെ എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം സച്ചുട്ടന് ഒരു വീഡിയോ എടുക്കുമ്പോഴേക്കും സച്ചുട്ടന് ഏതെങ്കിലും ഭാഗത്ത് എത്തിയിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ അവനെ എടുത്തിട്ടുള്ള പരിപാടികളായതുകൊണ്ട് വീഡിയോ ഫുള്ളൊന്നും ഷൂട്ട് ചെയ്തിട്ടൊന്നുമില്ല. അങ്ങനെ കുറച്ച് നേരം പൂളിലെല്ലാം കളിച്ചതിന് ശേഷം നമ്മുടെ ചെക്കൗട്ടിന് സമയമായിട്ടുണ്ട് കേട്ടോ. പിന്നെ പെട്ടി പാക്ക് ചെയ്യാനും ഇവരെ മാറ്റിക്കാനുള്ള സമയമായി തുടങ്ങി. അതുകൊണ്ട് നേരെ റൂമിലേക്ക് പോകുന്നു കേട്ടോ. നേരത്തെ കളിച്ച കളിയല്ലേ? ആ കളിച്ച കളിച്ച ഓക്കെ. സച്ചുട്ടന് ഡ്രസ്സ് ഇട്ട് കൊടുക്കാൻ ബുദ്ധിമുട്ടുന്ന എന്നെയാണ് കേട്ടോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു കുടുക്ക് ഞാനിടുമ്പോൾ അടുത്ത കുടുക്ക് അവൻ ഊരുകയാണ് കേട്ടോ. അവസാനം പ്രാന്ത് പിടിച്ചിട്ട് എന്താ കാണിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് അവന് തന്നെ കുടുക്കിടാൻ ഞാൻ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു കോട്ടോ അവിടെ ഇടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ.
അങ്ങനെ ഇന്നത്തെ യാത്രയും അവസാനിപ്പിച്ച് റിസോർട്ടിനോട് യാത്രയും പറഞ്ഞ് ഞങ്ങൾ നേരെ നാട്ടിലേക്ക് തിരിക്കാട്ടോ ചെയ്തത്. ഏതായാലും തിരിച്ചു പോകല്ലേ, നമുക്ക് വയനാട്ടിലെ തന്നെ ബിരിയാണി കഴിച്ചു നോക്കാമെന്നും കരുതി ടേസ്റ്റ് ഓഫ് വയനാട് റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് അവിടുത്തെ ബിരിയാണി ഓർഡർ ചെയ്തിട്ടോ. ഞാനൊരു ബിരിയാണി ലൈമ് കൊണ്ടാ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഏട്ടൻ വാങ്ങിയത് സാധാ ചോറും ഒരു അയക്കോറ പൊരിച്ചതും പിന്നെ ഒരു ബീഫ് ഫ്രൈ ആയിരുന്നു കേട്ടോ. ഫുഡെല്ലാം കഴിച്ച് സമാധാനപരമായി നേരെ നാട്ടിലേക്ക് തിരിച്ചു കേട്ടോ. വീഡിയോ ഒന്നും വലിയ റീച്ച് ഇല്ലാത്തതുകൊണ്ട് തന്നെ വീഡിയോ എഡിറ്റ് ചെയ്യാനും ഒക്കെ ഭയങ്കര മടിയായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത്.